പ്രിയ സുഹൃത്തുക്കളെ, ഇന്നിവിടെ വന്ന് ഭരണഘടനയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ അവസരം നൽകിയ ഇതിൻ്റെ ഭാരവാഹികളോട് ആദ്യമേ നന്ദി പറയട്ടെ. രാജ്യം 76ാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഒരു ദിവസമാണിന്ന്. റിപ്പബ്ലിക് ദിനം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു പ്രാധാന്യം? അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. 1947 ഓഗസ്റ്റ് 15 നമ്മൾ സ്വതന്ത്രരായി. നൂറ്റാണ്ടുകളായി ഇവിടെ ഭരണം നടത്തിയിരുന്ന ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ദിവസമാണ് 1947 ഓഗസ്റ്റ് 15. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ രാജ്യം ഒരു പരമാധികാര റിപ്പബ്ലിക് ആയിരുന്നില്ല. അതായത് ബ്രിട്ടീഷ് രാജാവിൻ്റെ നിയന്ത്രണത്തിൽ പരമാധികാരമുള്ള ഒരു രാജ്യം, ഇപ്പം കാനഡ, ഓസ്ട്രേലിയ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസാണ് നമുക്കുണ്ടായിരുന്നത്. ഒടുവിൽ നമ്മുടെ ഈ ഭരണഘടന ഉണ്ടായി. ഭരണഘടന നിലവിൽ വന്ന ദിവസം, അതായത് ജനുവരി 26, 1950, അന്നാണ് നമ്മുടെ രാജ്യം ഒരു പരമാധികാര റിപ്പബ്ലിക്കായിട്ട് മാറിയത്. അതുവരെ ഇതൊരു ഡൊമിനിയൻ സ്റ്റേറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ രാജ്യം ഒരു പരമാധികാര റിപ്പബ്ലിക്കായി മാറിയ ഒരു ദിവസമാണ് ഈ റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. നമ്മുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഒരു ഭരണഘടനയാണ്. 395 അനുച്ഛേദങ്ങളും 12 ഷെഡ്യൂളുകളും അനേകം ഉപവകുപ്പുകളും അടങ്ങിയ ഒരു ബൃഹത്തായ ഒരു ഭരണഘടനയാണിത്. ഈ ഭരണഘടന ഇത്രയും ബൃഹത്തായ രീതിയിൽ ഏകദേശം 3 വർഷത്തോളം എടുത്ത് ഇതുണ്ടാക്കിയെടുത്തപ്പോൾ ചില ആളുകളൊക്കെ, പ്രത്യേകിച്ച് ചില പാശ്ചാത്യ പണ്ഡിതന്മാരൊക്കെ ഇതിനെ വിമർശിച്ചിട്ടുമുണ്ട്. അതായത് ഇത്രയും ബൃഹത്തായ, ഇത്രയും ഡീറ്റെയിൽഡായ ഒരു ഭരണഘടനയ്ക്ക് എന്താണ് ആവശ്യം? മറ്റു രാജ്യങ്ങളിലെ ഭരണഘടനയൊക്കെ വളരെ ചെറുതാണ്, ഇത്രയൊന്നും ഡീറ്റെയിൽസ് പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെയുള്ളൊരു വിമർശനങ്ങൾ അന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ അംബേദ്കറുടെ അഭിപ്രായത്തിൽ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത രീതി, ജനങ്ങളുടെ സാക്ഷരത്വ നിലവാരം, ഈ രാജ്യത്തിലെ പൊതുവായ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പല കാര്യങ്ങളും വിശദമായി നമ്മൾ ഈ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്ന് അംബേദ്കർ നിഷ്കർഷിക്കുകയും അതനുസരിച്ചാണ് ഇത്രയും വ്യാപകമായ വിശദമായ ഡീറ്റെയിൽഡായ ഒരു ഭരണഘടന നമുക്ക് ഉണ്ടാക്കിയെടുത്തത്. ഈ ഭരണഘടന നിർമ്മിച്ചത് നമ്മുടെ ഭരണഘടനാ സമിതി, അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്. ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ 1946 നിലവിൽ വന്ന ഈ ഭരണഘടനാ നിർമ്മാണ സഭ, അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ആ സഭ, അതാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയത്. 1946 ഈ ഭരണഘടനാ സമിതി ഭരണഘടനാ സഭ മീറ്റ് ചെയ്തപ്പോൾ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അതിനെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ പരാമർശിക്കപ്പെട്ടു. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഈ സഭയുടെ മുമ്പിൽ വെച്ചു. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ രാജ്യം ഏത് രീതിയിലുള്ള ഭരണഘടനയാണ് രൂപപ്പെടുത്താൻ പോകുന്നത്, നമ്മുടെ രാജ്യം ഏത് പാതയിലൂടെയാണ് മുമ്പോട്ട് നീങ്ങാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന
വളരെ വിശദമായ ഒരു പ്രമേയമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ ഭരണഘടനാ സഭയുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ രൂപപ്പെടുത്തിയെടുത്തത്. അപ്പോൾ അതിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ള ഈ വളരെ മഹനീയമായ ഈ 3 തത്വങ്ങൾ ഊന്നിക്കൊണ്ടാണ് ഈ റെസൊല്യൂഷൻ അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തത്. ആ റെസൊല്യൂഷനെക്കുറിച്ച് അല്ലെങ്കിൽ ആ പ്രമേയത്തിനെക്കുറിച്ച് പറയുന്നത് ജവഹർലാൽ നെഹ്റു സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു റെസൊല്യൂഷനാണത്. അദ്ദേഹമാണ് അതിന് രൂപകൽപ്പന ചെയ്തത്. അപ്പോൾ ഈ രാജ്യം എങ്ങോട്ട് പോകണം, ഏത് ദിശയിലൂടെ പോകണം, ഏത് പാതയിലൂടെ സഞ്ചരിക്കണം, എന്താണ് ഈ രാജ്യത്തിൻ്റെ ലക്ഷ്യം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വ്യക്തമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ ഈ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ഭരണഘടനയുടെ പ്രിയാമ്പിൾ രൂപപ്പെടുത്തിയെടുത്തത്. അപ്പോൾ അതിൽ പ്രധാനമായി പറയുന്നത് ലിബർട്ടി, സ്വാതന്ത്ര്യം, സമത്വം, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഈ 3 പരമപ്രധാനമായ ഈ 3 തത്വങ്ങളിലാണ് നമ്മുടെ ഈ ഭരണഘടന ഊന്നിയിരിക്കുന്നത്. അപ്പോൾ ആ തത്വങ്ങളുടെ സാക്ഷാത്കാരമായിരിക്കണം നമ്മുടെ ഈ ഭരണഘടനയുടെ ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ ഈ ഭരണഘടനാ സമിതി അല്ലെങ്കിൽ ഭരണഘടനാ സഭ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്താണതിൻ്റെ രൂപമെന്നും അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് കപ്പാസിറ്റി, അതായത് ജനങ്ങളെ പ്രതിനിധീകരിക്കാനുള്ള അതിൻ്റെ ഒരു കഴിവ്, സ്റ്റാറ്റസ് എന്താണെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. ഭരണഘടനാ സഭ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് അന്ന് നിലവിലിരുന്ന 1946 തിരഞ്ഞെടുക്കപ്പെട്ട അസംബ്ലികൾ, ബ്രിട്ടീഷ് പ്രോവിൻസുകളിലെ അസംബ്ലികൾ ആണ് അതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഈ സഭയെ തിരഞ്ഞെടുത്തത്. അതായത് ഇന്ന് നമ്മുടെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആ രീതി തന്നെ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ അസംബ്ലികളാണ്. അസംബ്ലിയിലെ മെമ്പർമാർ കൂടി തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനമാണത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു സംവിധാനമാണ്. അതിലൂടെയാണ് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മെമ്പർമാരെ തിരഞ്ഞെടുത്തത്. പക്ഷേ അതിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഇത് ഈ രാജ്യത്തിലെ ജനങ്ങളെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ച് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് ഈ ആളുകൾ വന്നിരിക്കുന്നത്. അത് വളരെ രസകരമായൊരു കാര്യമാണ്. ഒന്ന്, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ അയച്ചു. സിഖ് മതത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുത്തയച്ചു. പിന്നെ ബാക്കിയുള്ള ആളുകൾ, അതേഴ്സ്, ജനറൽ, അങ്ങനെ തിരഞ്ഞെടുത്ത് ആകെ 389 അംഗങ്ങളുണ്ടായിരുന്ന ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 1946 സ്ഥാപിക്കപ്പെട്ടപ്പോൾ 389 അംഗങ്ങൾ അതിൽ ഉണ്ടായിരുന്നു. അതായത് അന്ന് യുണൈറ്റഡ് ഇന്ത്യ മുഴുവൻ, അന്ന് പാകിസ്ഥാനായി മാറിയിരുന്നില്ല. 389 അംഗങ്ങൾ ഉണ്ടായിരുന്ന ആ സഭ 1946 പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ധാരാളം പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ്, മറ്റ് പല ഡെവലപ്മെൻറ്റ്സും പല പ്രശ്നങ്ങളും ഈ രാജ്യത്തുണ്ടായതുകൊണ്ട് അവസാനം 47 ആയപ്പോൾ രാജ്യത്തിൻ്റെ ഒരു ഭാഗം പാകിസ്ഥാനായിട്ട് പോയി. അപ്പം അതുകൊണ്ട് അന്ന് തിരഞ്ഞെടുത്ത 389 അംഗങ്ങളിൽ നിന്ന് കുറേ പേര് അങ്ങോട്ട് പോയി. അവിടെ വേറെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കി. നമ്മുടെ ഇവിടെ ഈ രാജ്യത്ത് 299 അംഗങ്ങളുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയെടുത്തത്. 1949 നവംബർ 26
നമ്മുടെ ഭരണഘടന അന്തിമ രൂപം ലഭിച്ച് അത് പാസ്സായി. ഈ നവംബർ 26 ഭരണഘടനാ ദിവസമായി ഇന്ന് നിലവിലിരിക്കുന്ന ഗവൺമെൻറ് ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ്, ആ ഒരു ഡേറ്റ് മാത്രം തിരഞ്ഞെടുത്ത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലായില്ല. ഭരണഘടന പൂർണ്ണമാക്കിയത് നവംബർ 26 ആയിരുന്നെങ്കിലും ഭരണഘടന നിലവിൽ വന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഭൂരിഭാഗം വകുപ്പുകളും നിലവിൽ വന്നത് ജനുവരി 26, 1950 അതെന്തുകൊണ്ടാണ് എന്നുള്ളത് പലർക്കും വ്യക്തതയില്ല. എന്തുകൊണ്ടാണ് ഒരു 2-3 മാസം കൂടെ വെയിറ്റ് ചെയ്ത് ജനുവരി 1950 ജനുവരി 26 ഈ ഭരണഘടന നിലവിൽ വരുന്നത് മാറ്റിവെച്ചത് എന്നുള്ളത് ഒരു രസകരമായ ചരിത്ര വസ്തുതയാണ്. അതായത് 1930 നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യസമരം നയിച്ചത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ്. മഹാത്മാഗാന്ധി നയിച്ചിരുന്ന, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നയിച്ചിരുന്ന, സർദാർ പട്ടേൽ നയിച്ചിരുന്ന, മൗലാന അബ്ദുൽ കലാം ആസാദ് നയിച്ചിരുന്ന ഒരു പാർട്ടി. അതായത് ഈ രാജ്യത്തിലെ ജനങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നയിച്ച ഒരു സ്വാതന്ത്ര്യ സമരം, അതിന് നേതൃത്വം കൊടുത്ത ഒരു പാർട്ടി. ആ പാർട്ടി 1930 ലാഹോറിൽ നടന്ന സമ്മേളനത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ലക്ഷ്യം ഈ രാജ്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുക എന്നുള്ള പ്രമേയം പാസ്സാക്കി. അങ്ങനെ കോൺഗ്രസ് ആദ്യമായിട്ടാണ് അങ്ങനൊരു പ്രമേയം പാസ്സാക്കുന്നത്. അപ്പോൾ ആ ദിവസം, അതായത് 26 ജനുവരി എന്നുള്ളത് അന്ന് സ്വാതന്ത്ര്യദിനമായി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനുശേഷം എല്ലാ വർഷങ്ങളും ജനുവരി 26 എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി ആഘോഷിച്ചിരുന്നത്. പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഓഗസ്റ്റ് 15 അപ്പോൾ പിന്നെ ആ ഒരു ഡേറ്റിൻ്റെ, ആ ഒരു തീയതിയുടെ, ആ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം നിലനിർത്തുന്നത് എങ്ങനെ എന്ന് ചിന്തിച്ചപ്പോൾ അപ്പോഴാണ് മനസ്സിൽ വന്നത്, ഭരണഘടന നിലവിൽ വരുന്ന തീയതി 1950 ജനുവരി 26 അപ്പോൾ ജനുവരി 26 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസമാണ്. അന്നാണ് നമ്മുടെ രാജ്യം ഒരു പരമാധികാര റിപ്പബ്ലിക്കായി മാറിയത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ചരിത്രപരമായ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ഭരണഘടനയുടെ ഉള്ളിലേക്കൊന്ന് കടന്നാൽ, പ്രിയാമ്പിളിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പ്രിയാമ്പിളിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഇന്നതാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ രാജ്യത്തിനെ പരമാധികാര റിപ്പബ്ലിക്, ഡെമോക്രാറ്റിക്, സെക്യുലർ, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നുള്ള 2 വാക്കുകൾ പിന്നീട് എഴുതി ചേർത്തതാണ്. അപ്പോൾ ആദ്യം ഭരണഘടന ഉണ്ടായപ്പോൾ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചില വാദഗതികൾ പിന്നീട് ചില ആളുകൾ ഉന്നയിക്കുകയുണ്ടായി. അതായത് നമ്മുടെ ഭരണഘടന സെക്യുലർ അല്ല എന്നുള്ളൊരു വാദഗതി പിന്നീട് ഉയരുകയുണ്ടായി. കാരണം നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ, അതായത് പ്രിയാമ്പിളിൽ സെക്യുലർ എന്നുള്ള വാക്ക് എഴുതി ചേർത്തത് 1976 അപ്പോൾ അതിനു മുമ്പ് ആ വാക്ക് അതിനകത്തുണ്ടായിരുന്നില്ല പ്രിയാമ്പിളിൽ. അപ്പോൾ നമ്മുടെ ഭരണഘടന അത് എഴുതിയുണ്ടാക്കിയപ്പോൾ സെക്യുലർ ഭരണഘടന ആയിരുന്നില്ല എന്നുള്ളൊരു വാദഗതിയാണ് ഉയർന്നു വന്നത്. എന്നാൽ അത് വെറും പൊള്ളയാണ്, അതിൽ വസ്തുതാപരമായി ഒന്നുമില്ല എന്നുള്ളത് നമ്മൾ ഭരണഘടനയുടെ വകുപ്പുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിലാവും. 14-ാം അനുച്ഛേദം, 15-ാമത്തെ അനുച്ഛേദം, 21-ാമത്തെ അനുച്ഛേദം, 27-ാമത്തെ അനുച്ഛേദം, 28-ാമത്തെ അനുച്ഛേദം, ഇങ്ങനെ ഈ അനുച്ഛേദങ്ങളിലായി പരന്നു കിടക്കുന്ന ഉൾക്കൊള്ളിച്ചിരുന്ന ആശയം എന്ന് പറയുന്നത് പൂർണ്ണമായും സെക്യുലറാണ്. എല്ലാ
ആളുകളും തുല്യരാണ് നിയമത്തിന് മുമ്പിൽ. സകല ആളുകൾക്കും നിയമത്തിൻ്റെ പരിരക്ഷ തുല്യമായി ലഭിക്കുന്നതാണ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടേത്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും യാതൊരു വിധമായ വിവേചനത്തിനും വിക്ടിമാവാതെ ഇരയാവാതെ ഇരിക്കണം. അത് സ്റ്റേറ്റിൻ്റെ ഭരണകൂടത്തിൻ്റെ ചുമതലയാണ്. അങ്ങനെയുള്ള വിവേചനം ഒരു മനുഷ്യർക്കും എതിരായി പ്രയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പം ഇതൊക്കെ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ സമീപനമാണ്. അപ്പോൾ ആ ഒരു വാദഗതിക്ക് യാതൊരു അർത്ഥവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മുടെ ഭരണഘടനയുടെ ഉള്ളിലേക്ക് കടന്ന് എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ നമ്മുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യണം. വെറുതെ നമ്മൾ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ ഈക്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങളിൽ സമത്വം, സ്വാതന്ത്ര്യം, സഹോദര്യം, ഈ 3 കാര്യങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ ഈ ഭരണഘടനയിൽ പ്രത്യേകം ഊന്നൽ നൽകി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് എൻ്റെ അഭിപ്രായത്തിൽ ചരിത്രപരമായ ഒരു ബാക്ക്ഗ്രൗണ്ടുണ്ട്, ഒരു പശ്ചാത്തലമുണ്ട്. അതായത് നമ്മുടെ ഈ രാജ്യം വളരെ പുരാതനമായ ഒരു രാജ്യമാണ്. 10,000-3000 വർഷങ്ങൾക്ക് മുമ്പ് ഇറാനിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് കടന്ന് സിന്ധു നദിയുടെ തീരത്ത് വന്ന ആര്യഗോത്രക്കാർ അവരിവിടെ വരുമ്പോൾ ഇവിടെ വളരെ വികസിച്ച, വളരെ ആധുനികമായ ഒരു നാഗരികത, ഒരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സംസ്കാരം ഏകദേശം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ആര്യഗോത്രക്കാരിവിടെ വരുന്നത്. അവരിവിടെ വന്ന് നൂറ്റാണ്ടുകളെടുത്ത് ഇവിടുത്തെ ജനങ്ങളെ, ഒറിജിനൽ ഇന്ത്യക്കാർ അവരുമായി കൂടിച്ചേർന്ന് ഉണ്ടായ ഒരു സമൂഹത്തിനെ ഒരു പ്രത്യേക രീതിയിൽ നയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സാമൂഹ്യ വ്യവസ്ഥയുണ്ട്. ആ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ അത് വർണ്ണങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു അത്. അതായത് മനുഷ്യ സമൂഹത്തെ വർണ്ണങ്ങളായി തിരിച്ച് ചില വർണ്ണങ്ങൾ വളരെ ഉയർന്നും ചില വർണ്ണങ്ങൾ താഴെയും നിൽക്കുന്ന രീതിയിൽ സംവിധാനം ചെയ്ത ഒരു സാമൂഹ്യ വ്യവസ്ഥ ഈ രാജ്യത്ത് നിലനിന്നിരുന്നു. അത് പിന്നീടത് രൂപാന്തരം പ്രാപിച്ച് ജാതികളായി, സമുദായങ്ങളായി അങ്ങനെ പോയിരുന്നു. 10,000-3000 വർഷങ്ങളായി ഈ രാജ്യത്ത് നിലനിന്നിരുന്ന വർണ്ണവ്യവസ്ഥ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ, അതിൽ സമത്വമില്ല. സ്വാതന്ത്ര്യം പുരോഹിതവർഗത്തിന് മാത്രമായി ഒതുക്കി നിർത്തിയ ഒരു സാമൂഹ്യ വ്യവസ്ഥ. മറ്റാർക്കും സ്വാതന്ത്ര്യമില്ല. സമത്വവും സ്വാതന്ത്ര്യവും ഇല്ലാത്തടത്ത് സാഹോദര്യം വളരുകയില്ല. സാഹോദര്യത്തിന് യാതൊരു അടിസ്ഥാനവും, സാഹോദര്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന സമൂഹമാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്നത് കഴിഞ്ഞ 10,000-3000 വർഷങ്ങളായിട്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളെല്ലാം തുല്യരാണെന്നും ജനങ്ങളെല്ലാം സ്വതന്ത്രരാണെന്നും ജനങ്ങളെല്ലാം സഹോദരന്മാരാണെന്നും പറയുന്ന ഒരു ഭരണഘടന, ഈ ഒരു ആശയം ഈ രാജ്യത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് നമ്മുടെ ഭരണഘടനയാണ്. അതാണ് നമ്മുടെ ഭരണഘടനയുടെ ചരിത്രപരമായ പ്രാധാന്യം എന്ന് പറയുന്നത്. 10,000-3000 വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയെ തകർത്തുകൊണ്ട്, അതിനെ മാറ്റിക്കൊണ്ട് ഇനിമേൽ ഇന്ത്യൻ സമൂഹത്തിൽ പൂർണ്ണമായ സമത്വം ഉണ്ടായിരിക്കുമെന്നും
ജനങ്ങൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുമെന്നും ഇവിടെ ജീവിക്കുന്ന ജനങ്ങളെല്ലാം സഹോദരങ്ങളാണെന്നും നമ്മളോട് പറയുന്ന ഒരു ഭരണഘടന. അതാണ് 1950 26 ജനുവരി 26 നിലവിൽ വന്നത്. അപ്പോൾ ചരിത്രപരമായ ഒരു പ്രാധാന്യമെന്ന് പറയുന്നത് ഇതാണ്. ഈ ആശയം ആണ് ഇവിടുത്തെ ജനതയുടെ മുമ്പിൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ വച്ചത്. ഭരണഘടനാ ശില്പികൾ വലിയ ബുദ്ധിശാലികളായ അറിവുള്ള മഹാന്മാരായിരുന്നു. അന്ന് സ്വാതന്ത്ര്യം നയിച്ചിരുന്ന ഈ രാജ്യത്തിലെ സമുന്നതരായ നേതാക്കന്മാരൊക്കെയും തന്നെ നമ്മുടെ ഈ ഭരണഘടനാ സഭയുടെ അംഗങ്ങളായിരുന്നു. പണ്ഡിറ്റ് നെഹ്റു, സർദാർ പട്ടേൽ, മൗലാന ആസാദ്, അങ്ങനെ പോകുന്നു ഒരു വലിയ നിര, നേതാക്കന്മാരുടെ ഒരു വലിയ നിര. അവർക്ക് വളരെ സമഗ്രമായ ഒരു ലോകവീക്ഷണം ഉണ്ടായിരുന്നു. അവർ ഈ രാജ്യത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ചും സാംസ്കാരിക നിലവാരത്തിനെക്കുറിച്ചും വിദ്യാഭ്യാസപരമായ നിലവാരത്തിനെക്കുറിച്ചും ഒക്കെ നല്ല ബോധ്യമുണ്ടായിരുന്ന ആളുകളാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മുടെ രാജ്യത്ത് എഴുതാനും വായിക്കാനും അറിയാവുന്ന ആളുകളുടെ ശതമാനം എത്രയാണെന്നറിയാമോ? വെറും 12%. ഈ രാജ്യത്തിലെ 12% ആളുകൾക്ക് മാത്രമേ വായിക്കാനും എഴുതാനും കഴിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെയൊരു രാജ്യമാണ് 1947 സ്വതന്ത്രയായി ഇന്ത്യൻ നേതാക്കന്മാരുടെ കയ്യിലേക്ക് അധികാരം വന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നത്, 45-ാമത്തെ വകുപ്പിൽ പറയുന്നത്, ഈ രാജ്യത്ത് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ, സൗജന്യമായും നിർബന്ധമായ വിദ്യാഭ്യാസം ഈ രാജ്യത്തിലെ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകിയിരിക്കണം നിർബന്ധമായും എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. കാരണം വിദ്യാഭ്യാസപരമായി ഏറ്റവും പിന്നോക്കമായിട്ട് നിന്നിരുന്ന, വർണ്ണവ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു രാജ്യത്ത് എല്ലാവർക്കും വിദ്യാഭ്യാസം ചെയ്യാൻ സാധ്യമല്ലായിരുന്നു. അതാണ് നൂറ്റാണ്ടുകളായി നിലനിന്ന ആ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ ഈ ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ 45-ാമത്തെ വകുപ്പിൽ വളരെ വ്യക്തമായി അത് പറയുകയാണ്. ഈ രാജ്യത്ത് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ, സൗജന്യമായും നിർബന്ധമായും ഉള്ള എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം അവർക്ക് നൽകിയിരിക്കണമെന്നൊക്കെയുള്ളത്. അപ്പം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താൻ പര്യാപ്തമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു ഭരണഘടനയാണ് നമുക്ക് നമ്മുടെ ഈ ഭരണഘടന നിർമ്മാതാക്കൾ സംഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്ന ദിവസം, അതിൻ്റെ ഒരു പ്രാധാന്യം ഇതിലാണ് അടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെയൊരു പുതിയ സമൂഹത്തിൻ്റെ സൃഷ്ടി, സമത്വത്തിലും സാഹോദര്യത്തിലും സ്വാതന്ത്ര്യത്തിലും അടിസ്ഥാനമായ ഒരു സാമൂഹ്യ സൃഷ്ടി, അതാണ് ഇന്ത്യക്കാരുടെ ലക്ഷ്യമെന്ന് അവർ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. നെഹ്റുവിൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 1947 ഓഗസ്റ്റ് 14 രാത്രി നെഹ്റു ചെയ്ത പ്രസംഗം ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് ഇംഗ്ലീഷിലത് പറയുന്നു. ലോകപ്രസിദ്ധമായ ഒരു പ്രസംഗമാണ് അത് നെഹ്റു നടത്തിയത്. ലോങ് ഇയേഴ്സ് അഗോ വി മെയ്ഡ് എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു സ്പീച്ച്, ആ ഒരു പ്രസംഗം, അത് നെഹ്റു സ്വന്തമായി എഴുതിയുണ്ടാക്കിയ ഒരു പ്രസംഗമാണ്. പെട്ടെന്ന് എഴുതിയുണ്ടാക്കിയ ഒരു പ്രസംഗമാണ്. പക്ഷേ എത്രത്തോളം ആഴമേറിയൊരു പ്രസംഗമാണ് എന്ന് നമ്മൾ ആ പ്രസംഗം മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. വളരെ കവിതാമയമായി ആണ് അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ദർശനം, ഈ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ വിഷൻ ആ പ്രസംഗത്തിലൂടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണ് ഈ ഭരണഘടന നിലവിൽ വന്നതും. ആദ്യകാലങ്ങളിൽ ഈ ഭരണം ഏറ്റെടുത്ത മഹാന്മാരായ നേതാക്കന്മാരുടെ അവരുടെ വിഷൻ ആണ് ഇതിലൊക്കെ നമുക്ക് വ്യക്തമാകുന്നത്. ഇനി എന്തൊക്കെയാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ ഭരണഘടനയിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ? ആ കാണാൻ കഴിയുന്ന കാര്യങ്ങളും ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്ന സാഹചര്യങ്ങളും നമ്മൾ ബന്ധിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ
വളരെ പ്രധാനപ്പെട്ട ചില മേഖലകളുണ്ട് നമ്മുടെ ഭരണഘടനയിൽ. ഒന്നാമത്തേത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായത് മൗലിക അവകാശങ്ങൾ. ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കിൽ, ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾക്ക് മൗലികമായ ചില അധികാരങ്ങളുണ്ട്. മൗലികമായ അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് സാധാരണ അവകാശങ്ങൾ, നമുക്ക് വഴി നടക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കാനുള്ള അവകാശം എന്നൊക്കെ പറയുന്നത് പോലെ അല്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറേ കൂടി ഉയർന്ന നിലവാരത്തിലുള്ള, കുറേ കൂടി ഉയർന്ന ലെവലിലുള്ള ചില അധികാരങ്ങളാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം. അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്, ഒരു ജനാധിപത്യ രാജ്യം നിലനിൽക്കാൻ പറ്റില്ല. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ചില നിബന്ധനകളും ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് ജാതിയിൽപ്പെട്ടവരായാലും ഏത് സമുദായത്തിൽപ്പെട്ടവരായാലും എല്ലാവർക്കും നിയമത്തിൻ്റെ പരിരക്ഷ ഒരുപോലെ ലഭിക്കും. അങ്ങനെ ഉറപ്പ് നൽകിയിരിക്കുകയാണ് നമ്മുടെ ഭരണഘടനയെ 14-ാം വകുപ്പ്, 14-ാം അനുച്ഛേദത്തിൽ അതാണ് പറയുന്നത്. ഈ ഭരണഘടനയുടെ കാതലായ ഒരു ഭാഗമാണ് ഈ 14-ാമത്തെ അനുച്ഛേദം. നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണെന്നും നിയമത്തിൻ്റെ പരിരക്ഷ എല്ലാവർക്കും തുല്യമായി ലഭിക്കുമെന്നും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അത് ഉറപ്പുവരുത്താനുള്ള ചുമതല നമ്മുടെ ഭരണകൂടത്തിനാണ്. അതാണ് ഭരണഘടന പറയുന്നത്. ഭരണകൂടത്തിനോട് പറയുകയാണ്, ഈ രാജ്യത്തിൽ ജനിക്കുന്ന, ഈ രാജ്യത്തിൽ ജീവിക്കുന്ന എല്ലാ പൗരന്മാർക്കും, എല്ലാ ആളുകൾക്കും, പൗരന്മാർക്ക് മാത്രമല്ല, ഇവിടെ ജീവിക്കുന്ന, ഇവിടെ വരുന്ന എല്ലാ ആളുകൾക്കും ഈ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 14 അല്ലെങ്കിൽ 14-ാമത്തെ അനുച്ഛേദത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ലത്, എല്ലാവർക്കും ഉള്ളതാണ്. ഈ രാജ്യത്ത് നിൽക്കുന്ന, ഈ രാജ്യത്ത് ജീവിക്കുന്ന, ഈ രാജ്യത്തിൽ വന്നു ചേരുന്ന എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു അവകാശമാണത്. നിയമത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ തുല്യരാണ്, നിങ്ങൾക്ക് നിയമത്തിൻ്റെ പരിരക്ഷ എല്ലാവർക്കും തുല്യമായി ലഭിക്കുന്നതാണ് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് വിവേചനമില്ലാഴിക, വിവേചനം പാടില്ല എന്നുള്ളത്. അത് മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ ഒന്നും തന്നെ ആർക്കുമെതിരെ ഒരു വിവേചനം പാടില്ല എന്ന് വളരെ ശക്തമായി 15-ാം അനുച്ഛേദത്തിൽ നമ്മുടെ ഭരണഘടന പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പൊരുൾ, ഇതിൻ്റെയൊക്കെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്താണ് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിനെ എതിരായി വിവേചനം പാടില്ല. അങ്ങനെ എവിടെയെങ്കിലും വിവേചനം ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് നിർത്തലാക്കാനും അത് സ്റ്റോപ്പ് ചെയ്യാനും കോടതിക്ക് അധികാരമുണ്ട്. അങ്ങനെ കോടതിയുടെ അധികാരം, കോടതിയിൽ പോകാനുള്ളൊരു സ്വാതന്ത്ര്യം, അത് നമ്മുടെ ഭരണഘടനയിൽ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ആർട്ടിക്കിൾ 32, 32-ാമത്തെ അനുച്ഛേദം. അതായത് നമ്മുടെ മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കാൻ ഉള്ള അവകാശം, അതും ഫണ്ടമെൻ്റൽ റൈറ്റായിട്ടാണ് നമ്മുടെ ഭരണഘടനയിൽ വെച്ചിരിക്കുന്നത്. അങ്ങനൊരു പ്രത്യേകതയും നമ്മുടെ ഭരണഘടനയ്ക്കുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെയാണ് 21-ാമത്തെ അനുച്ഛേദം. ഞാൻ ഈ അനുച്ഛേദങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ പറയുന്നത് അതിൻ്റെ ഒരു ആകെക്കൂടിയുള്ള അതിനെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടി പറയുന്നതാണ്. അതായത് ഈ ഭരണഘടനയുടെ ഒരു ഗ്രേറ്റ്നെസ്, ഒരു മഹത്വം, അത് ഉൾക്കൊള്ളാൻ വേണ്ടി പറയുന്നതാണിത്. 21-ാമത്തെ അനുച്ഛേദം, 21-ാമത്തെ അനുച്ഛേദത്തിൽ പറയുന്നത്, നിയമം മൂലമല്ലാതെ
ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമോ ജീവനോ കളയാൻ പാടില്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം നിയമപരമല്ലാതെ ഒരു ഏകാധിപതിയുടെ തന്നിഷ്ടപ്രകാരം അത് ചെയ്യാൻ പാടില്ല, സാധ്യമല്ല. ഒരാളിൻ്റെ സ്വാതന്ത്ര്യം എടുത്ത് കളയുക എന്നുള്ളത്, അത് നിയമം ഉണ്ടാവണം, നിയമത്തിനൊരു പ്രൊസീജിയർ ഉണ്ടാവണം. പക്ഷേ ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു നടപടിക്രമം അത് ഫെയർ ആയിരിക്കണം എന്നുള്ളതാണ്. ആ നടപടിക്രമം ഫെയർ ആയിരിക്കണം. അത് ഫെയർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളിനെ തൂക്കാൻ വിധിക്കുന്നു, ഒരാളിനെ തൂക്കുന്നു, അതിന് നിയമപരമായ ഒരു നടപടിക്രമമുണ്ട്. കോടതി ആ നടപടിക്രമത്തിൻ്റെ ഫെയർനെസ് പരിശോധിക്കും, ഇത് ഫെയർ ആണോ അല്ലയോ എന്നുള്ളത്. അത് ഫെയർ അല്ലെങ്കിൽ കോടതി ആ തൂക്കൽ അപ്പോൾ തന്നെ നിർത്തും. ഇതാണ് ആർട്ടിക്കിൾ 21-ൻ്റെ ഒരു പ്രത്യേകത. ധാരാളം വിധിന്യായങ്ങൾ നമ്മുടെ സുപ്രീം കോടതി അതിനെക്കുറിച്ച് പുറപ്പെടുവിച്ചിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയ്ക്ക് വാസ്തവം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജീവൻ നൽകിയ ഒരു അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടനയുടെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഭരണഘടനയുടെ ഹൃദയമാണ് ഈ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. അനേകം വിധിന്യായങ്ങളിലൂടെ ഈ മൗലികാവകാശങ്ങളെ കൂടുതൽ സമ്പുഷ്ടമാക്കിയിരിക്കുകയാണ് നമ്മുടെ സുപ്രീം കോടതി. അനേകം കാര്യങ്ങളെ അതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി ഈ രാജ്യത്തിലെ പൗരന്മാരുടെയും മറ്റ് ആളുകളുടെയും അധികാരത്തിനെ കുറേ കൂടെ അതിൻ്റെ വിസ്തൃതി കൂട്ടി എക്സ്പാൻഡ് ചെയ്ത് ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ ഒരു സമയം. അങ്ങനെ ഈ രാജ്യത്തിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം രക്ഷിക്കുന്നതിന് വേണ്ടി പരിരക്ഷിക്കാൻ ഭരണഘടനയും അതുപോലെ തന്നെ ഈ ഭരണഘടന അതിന് വിഘാതം വരുമ്പോൾ അതിനെ ഭരണകൂടത്തിനെ നിലയ്ക്ക് നിർത്താനും നമ്മുടെ കോടതികൾ സഹായിക്കുന്നു. ഇതാണ് ഈ സംവിധാനം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഈ രാജ്യം ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് എന്ന് കാണിക്കുന്ന ഭാഗങ്ങളാണ് നമ്മുടെ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. കാരണം ഏറ്റവും ശക്തമായ ഒരു ജനാധിപത്യ രാജ്യത്തിൽ മാത്രമേ ഈ മൗലികാവകാശങ്ങൾ നിലനിൽക്കൂ, ഈ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അതാണ്. പിന്നെ മറ്റൊരു മേഖല, വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല, നമ്മുടെ ഈ രാജ്യത്തിലെ പൗരത്വം എന്ന് പറയുന്ന ഒരു സംവിധാനം, പൗരത്വ നിയമം. ആരാണ് ഇന്ത്യൻ പൗരൻ എന്നുള്ളത് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടൊരു വലിയ ചർച്ചാ വിഷയമായി നിലകൊള്ളുന്നു. ആരാണ് ഇന്ത്യയിലെ പൗരന്മാർ, ആരാണ് പൗരന്മാരല്ലാത്തവർ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതിനുവേണ്ടി നമ്മൾ ഈ ഭരണഘടനയുടെ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററുണ്ട്. ആ ചാപ്റ്ററിലേക്ക് ഒന്ന് കടന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മനസ്സിലാകുന്ന വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണത്. ഈ രാജ്യത്തിലെ പൗരത്വം എന്ന് പറയുന്നത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ബർത്ത്, അതായത് ഇവിടെ ജനിക്കുന്ന ആളുകൾ, ഈ ഇന്ത്യയിൽ ഈ രാജ്യത്ത് ജനിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇവിടെ സ്ഥിരതാമസം ആക്കാൻ ഉദ്ദേശിക്കുന്ന ഡൊമിസൈൽ എന്ന് പറയും അതിന്. ഈ രണ്ടും മാത്രമാണ് ഒരു പൗരത്വത്തിൻ്റെ അടിസ്ഥാനം. ജനനം, ഡൊമിസൈൽ, സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളത്. ഈ രണ്ടടിസ്ഥാനം മാത്രമാണ് ഭരണഘടന ഈ പൗരത്വത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായി വച്ചിരിക്കുന്നത്. അവിടെ മതമില്ല, ജാതിയില്ല, വർഗമില്ല, യാതൊന്നുമില്ല. ഏത് മതത്തിൽപ്പെട്ടവനും ഏത് വർഗത്തിൽപ്പെട്ടവനും ഇവിടെ ജനിക്കുന്നവൻ ഈ രാജ്യത്തിലെ പൗരന്മാരാണ്. ഈ ഒരു വിഷനാണ്, ഈ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ഭരണഘടന ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ വച്ചിരിക്കുന്നത്. അവിടെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു ഭരണകൂടം പൗരന്മാരെ മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വർണ്ണത്തിൻ്റെ പേരിൽ വിവേചനം നടത്തുകയാണെങ്കിൽ അത് തികച്ചും ഈ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന പൗരത്വ നിയമത്തിന് എതിരായിരിക്കും.
അതിൻ്റെ ഒരു വയലേഷൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. പക്ഷേ പൗരത്വ നിയമം, നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. അത് നമ്മുടെ ഈ ഭരണഘടനയിലെ വളരെ ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായ വ്യവസ്ഥകളെ കുറെ കൂടെ വിപുലീകരിച്ച് വിശദീകരിച്ച് നൽകിയിരിക്കുന്ന ഒരു നിയമമാണ് ഇന്ത്യൻ പൗരത്വ നിയമം അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് എന്ന് പറയുന്നത്. ഈ നമ്മൾ പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ, അതിൻ്റെ പ്രത്യേകതയുണ്ട്. അതായത് ആ നിയമങ്ങൾ ഭരണഘടനയുടെ വ്യവസ്ഥകൾക്കനുസരിച്ച് മാത്രമേ നിയമം ഉണ്ടാക്കാൻ സാധിക്കൂ. ഭരണഘടനയിൽ ഇല്ലാത്ത അല്ലെങ്കിൽ ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് എതിരായി ഒരു നിയമവും പാർലമെൻറ്റിന് ഉണ്ടാക്കാൻ സാധ്യമല്ല. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ രാജ്യത്തിലെ പൗരത്വ നിയമം അല്ലെങ്കിൽ പൗരത്വം നൽകുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഡൊമിസൈൽ, ബർത്ത്, ഈ രണ്ട് കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഞാൻ പറഞ്ഞു, മതമില്ല, ജാതിയില്ല, വർഗമില്ല, അങ്ങനെ യാതൊരു രീതിയിലുള്ള വിവേചനവുമില്ല, അങ്ങനെ ആകാൻ പാടില്ല. അപ്പോൾ ഒരു നിയമം പാർലമെൻറ്റ് ഉണ്ടാക്കുമ്പോൾ ആ നിയമത്തിൽ യാതൊരു വിധമായ ഒരു ഡിസ്ക്രിമിനേഷൻ, അതായത് ഒരു വിവേചനം മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ വർണ്ണത്തിൻ്റെ പേരിലോ സാധ്യമല്ല. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയാൽ ആ നിയമം അസാധുവായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഈ പൗരത്വ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ ചില കൺട്രവേഴ്സി, വിവാദപരമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പൗരത്വ നിയമം ഭേദഗതി ചെയ്തു. ആ ഭേദഗതി അതിപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അതിനെ ചലഞ്ച് ചെയ്തു. അത് സുപ്രീം കോടതി ഇതുവരെ അതിനെക്കുറിച്ചൊരു തീരുമാനമെടുത്തിട്ടില്ല. അതിൽ ഭവിച്ചിരിക്കുന്ന ഒരു പിഴവ്, ഞാൻ ഈ പറഞ്ഞ ഭരണഘടനയിൽ പറഞ്ഞ ഈ രണ്ട് അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് മാറി മതപരമായ ഒരടിസ്ഥാനം അതിൽ കൊണ്ടുവന്ന് വച്ചു എന്നുള്ളതാണ്. അത് എൻ്റെ അഭിപ്രായത്തിൽ അത് ഭരണഘടനയുടെ ബേസിക്കായിട്ടുള്ള ഈ വ്യവസ്ഥയ്ക്ക് എതിരായിട്ടാണ് വരുന്നത്. കാരണം ഒരു റിലിജൻ അല്ലെങ്കിൽ മതം ഒരിക്കലും പൗരത്വത്തിൻ്റെ അടിസ്ഥാനമായിരിക്കില്ല. അങ്ങനെയാണ് ഒരു സെക്യുലർ സ്റ്റേറ്റിൽ, ഒരു മതേതരത്വ രാജ്യത്തിൽ അങ്ങനെയാകാൻ സാധ്യമുള്ളൂ. അവിടെ മതം ഒരു അടിസ്ഥാനമല്ല. ഇതിൻ്റെ ഒന്നും പൗരത്വത്തിൻ്റെ അടിസ്ഥാനം മതം ആയിരിക്കില്ല, ആകാൻ സാധ്യമല്ല. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ നിയമം മൂലം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം ചില പ്രത്യേക മതവിഭാഗക്കാർക്കൊക്കെ അവരുടെ മനസ്സിൽ വളരെയധികം ആശങ്കകൾ ഉണ്ടാക്കിയ ഒരു കാര്യമാണത്. പക്ഷെ അത് കോടതിയുടെ മുമ്പിൽ പരിഗണനയിൽ ഇരിക്കുന്നത് കൊണ്ട് കോടതി അതെങ്ങനെ തീരുമാനിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഭരണഘടന അതിൽ പറയുന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്തോ ആ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതി ഈ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയും ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കുകയും ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അതുകൂടെ പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാമെന്ന് ഉദ്ദേശിക്കുകയാണ്. അതായത് നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ രാജ്യമാണ്. ഭരണഘടനയുടെ 1-ാമത്തെ വകുപ്പിൽ എഴുതിയിരിക്കുന്നത്, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന് വിളിക്കുന്ന ഇന്ത്യ സ്റ്റേറ്റുകളുടെ ഒരു യൂണിയനാണ്, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പക്ഷേ എന്നാൽ പാർലമെൻറ്റിന് ചില മാറ്റങ്ങൾ വരുത്താൻ പറ്റും. എന്ത് മാറ്റങ്ങളാണ് പാർലമെൻറ്റിന് വരുത്താൻ പറ്റുക എന്നുള്ളത് നമ്മൾ വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. 3-ാമത്തെ അനുച്ഛേദത്തിൽ പറയുന്നത് പാർലമെൻറ്റിന് ഒരു സംസ്ഥാനത്തെ വെട്ടിമുറിച്ച് 2 ആക്കാം, അല്ലെങ്കിൽ 3 ആക്കാം, അല്ലെങ്കിൽ 2 സംസ്ഥാനങ്ങളെ ഒരുമിച്ച് യോജിപ്പിക്കാം, 2ഓ 3ഓ യോജിപ്പിക്കാം. ഒരു സംസ്ഥാനത്തിൻ്റെ അതിര് മാറ്റാം, ഒരു സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റാം. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പാർലമെൻറ്റിന് ചെയ്യാം, അതിനുള്ള അധികാരമുണ്ട്.
പക്ഷേ ഒരു സംസ്ഥാനത്തിനെ കേന്ദ്രഭരണ പ്രദേശമായി മാറ്റാൻ സാധിക്കുമോ എന്നുള്ളത് വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമായിട്ട് ഇന്ന് നിലനിൽക്കുന്നു. ആ ഒരു പ്രശ്നത്തിനെക്കുറിച്ച് ഞാൻ ലേഖനം വഴി എഴുതിയിട്ടുണ്ട്. വെറും ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ മാത്രം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു സംസ്ഥാനത്തിനെ കേന്ദ്രഭരണ പ്രദേശമായി മാറ്റാൻ പാർലമെൻറ്റിന് അധികാരമില്ല എന്നുള്ളത് തന്നെയാണ്. ആ ഒരു പ്രശ്നവും നമ്മുടെ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. കാരണം ഒരു സംസ്ഥാനത്തിനെ കേന്ദ്രഭരണ പ്രദേശമായി ഒരു സംസ്ഥാനത്തിനെ മാറ്റാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശമായി മാറ്റാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്നുള്ളതാണ്. ഒരു സംസ്ഥാനത്തിനെ മാറ്റാൻ അധികാരമുണ്ടെങ്കിൽ ആ അധികാരം എല്ലാ സംസ്ഥാനങ്ങളിലും പ്രയോഗിക്കാം. വളരെ സിമ്പിൾ ലോജിക്കാണത്. അങ്ങനെ ചെയ്താൽ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയാതെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയേണ്ടി വരും. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഒരു രാജ്യത്തിൽ ഒരു സംസ്ഥാനത്തെ മാറ്റിമറിച്ച് രൂപാന്തരപ്പെടുത്തി ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറ്റാൻ പാർലമെൻറ്റിന് അധികാരമില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭരണഘടനാപരമായി തെറ്റാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ആ ഒരു ഇഷ്യൂ സുപ്രീം കോടതിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. സുപ്രീം കോടതി ഇനിയും ആ ഇഷ്യൂവിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിത് നിർത്താം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഈ മേഖലകളാണ് നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും കാതലായ ഭാഗങ്ങൾ എന്ന് പറയാവുന്നത്. അതിന് ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭരണകൂടം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏതെല്ലാം രീതിയിലാണ് ഭരണകൂടം ഈ രാജ്യത്തിനെ മാറ്റിമറിക്കാൻ, ഈ രാജ്യത്തിനെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുക എന്നുള്ളതിൻ്റെ മാർഗനിർദ്ദേശ തത്വങ്ങളാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഞാൻ ആദ്യം പറഞ്ഞു കമ്പൾസറി ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ. രണ്ടാമത്, സ്വത്ത് ഏതാനും വ്യക്തികളുടെ കയ്യിൽ കൂന്നുകൂടാതെ അത് ജനങ്ങൾക്കൊക്കെ ലഭ്യമാക്കത്തക്ക രീതിയിൽ ആ എക്കണോമിക് സിസ്റ്റം, സാമ്പത്തിക വ്യവസ്ഥ ക്രമീകരിക്കണമെന്ന് പറയുന്നുണ്ട് ഭരണഘടന. അങ്ങനെ അനേകം കാര്യങ്ങൾ ഒരു ഭരണകൂടം നിർവഹിക്കേണ്ടതായ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ വിസ്തൃതമായ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ വിശദമായ രീതിയിൽ, വളരെ വിസ്തൃതമായ രീതിയിൽ ഒരു വലിയ വിഷൻ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഇന്ത്യൻ ഭരണഘടന പക്ഷേ ഇത്രയധികം മഹത്തായ ഒരു ഭരണഘടന, അത് നമ്മുടെ ജനങ്ങളത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ ഭരണഘടനയുടെ വിജയം എന്ന് പറയുന്നത്. അംബേദ്കർ അത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല ഭരണഘടനയുണ്ടായാലും ജനങ്ങൾ മോശമാണെങ്കിൽ ആ ഭരണഘടന കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി അത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് ബോധവാന്മാരാകണം. ഈ ഭരണഘടനയെ മാറ്റിമറിക്കാൻ ഒരു ഭരണകൂടത്തിനെയും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തവം പറഞ്ഞാൽ ഈ ഒരു ദിവസം ഭരണഘടന നിലവിൽ വന്ന ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായ ഈ ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.